1999 തലശ്ശേരിയിലാണ് രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ലക്ഷണങ്ങളോടെയുള്ള ആദ്യ കൊലപാതകം നടക്കുന്നത്. ചോര കണ്ടെഴുതുന്ന രാഷ്ട്രീയ പുസ്തകം ഇനി കണ്ണൂരിന് വേണ്ടെന്ന് രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്ത് വില കൊടുത്തും കൊലപാതക രാഷ്ട്രീയത്തിന് അറുതി വേണമെന്ന് പുതിയ കാലവും തലമുറയും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. കൊലപാതക രാഷ്ട്രീയത്തോട് പൊതുസമൂഹത്തിന്റെ വെറുപ്പ് വർദ്ധിച്ചതോടെ വെട്ടേറ്റ് വീഴുന്നവരുടെ എണ്ണത്തിലും കുറവ് വരുന്നുണ്ട്. എന്നാൽ അത് ശാശ്വതമാണെന്ന് ഉറപ്പിച്ച് പറയാനാകില്ല. പകയും അസഹിഷ്ണുതയും നിലനിൽക്കുന്നുണ്ട്. അതെപ്പോൾ വേണമെങ്കിലും പുറത്തു വരാം. നേതൃത്വത്തിലെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഒക്കെ ഇങ്ങനെ കൊലപാതകത്തിൻ്റെ ഒരു രാഷ്ട്രീയം അവസാനിപ്പിക്കുകയാണ് എന്നൊക്കെ നല്ലത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും അനുയായികൾക്കകത്ത് പോലും കൊല്ലുന്നതിൽ തെറ്റില്ല എന്നൊരു തോന്നൽ ഇപ്പോഴും ബാക്കിയുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ വേറൊരു സന്ദർഭത്തിൽ ഇത് മറ്റൊരു നിലയിൽ ഒരുപക്ഷെ ഇനിയും ഉണ്ടാകാം. പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും, അത് പഴയതുപോലെ ആളെണ്ണി പഴയ പത്രങ്ങളുടെ ഒരു രീതി ഉണ്ടായിരുന്നു, സ്കോർ കാർഡുകൾ പ്രദർശിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ സ്കോർ കാർഡുകളൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് വാശിപൂർവം പരസ്പരം കൊല്ലുക എന്നൊരു രാഷ്ട്രീയ സംസ്കാരം കണ്ണൂർ ജില്ലയിൽ. ബോംബ് നിർമ്മാണത്തിനിടയിൽ ബോംബ് പൊട്ടി മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്ത നിരവധി സംഭവങ്ങളും കണ്ണൂരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. CPM, BJP, RSS പ്രവർത്തകരാണ് മരിച്ചവരിൽ ഭൂരിഭാഗവും. രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ നിരപരാധികളടക്കം എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ആശയപരമായിട്ട് എങ്ങനെയും നേരിടാം. അല്ലെങ്കിൽ ഇത്ര വെട്ടുണ്ടായി, ഇത്ര വെട്ടുകളാണ് ഞങ്ങൾ 40 വെട്ടുണ്ടെങ്കിൽ അത് 50 വെട്ടിലേക്ക് ആക്കിയിട്ടല്ല, അത് ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. ആ ജനങ്ങളുടെ അംഗീകാരം ഇല്ലയെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇപ്പം രാഷ്ട്രീയക്കാർക്ക് തിരിഞ്ഞു എന്ന് തോന്നുന്നു. ആ ബുദ്ധിയിലേക്ക് കൂടി വേണം പ്രവർത്തിച്ചാൽ ഇവിടെ ഒരു സമാധാനപരമായ ഒരു കണ്ണൂരിലേക്ക് മാറും. കണ്ണൂർ ജില്ലയുടെ പഴയ പെരുമ, അത് ഈ കൊലപാതകങ്ങളുടെ എല്ലാത്ത പെരുമയിലേക്ക് ലൂംസ് ആൻഡ് ലോസ് എന്നെല്ലാം പറയുന്ന പോലെയും കളിക്കള നാട് എന്ന് പറയുന്ന പോലെയും ഉയർന്ന ചിന്താഗതിയുള്ള കണ്ണൂരിൻ്റെ പേര് അതിലെ കൂടി വരാൻ ഈ രാഷ്ട്രീയ പാർട്ടി ഇനിയെങ്കിലും അതിന് മടിച്ചു നിൽക്കരുത്. ഇതിൽ തൽക്കാലമുള്ള സമാധാനത്തിന് പകരം ശാശ്വതമായ സമാധാനമാണ് കണ്ണൂർക്കാർ ആഗ്രഹിക്കുന്നത്.